Meet the editors. വീഴ്ചകളുടെ വനം വകുപ്പോ എന്നതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, വീഴ്ചകളുടെ വനം വകുപ്പോ എന്നുള്ള ചോദ്യം, വീഴ്ചകൾ സംഭവിക്കുന്നു, ആ വീഴ്ചകളോട് വനം വകുപ്പ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണല്ലോ. ആ പ്രതികരണങ്ങൾ മനുഷ്യത്വരഹിതമാണ് പലപ്പോഴും. അപ്പോൾ വീഴ്ചകളുടെ ഒരു തുടർച്ചയാണോ നമ്മൾ കാണുന്നത്? വളരെ എന്താ പറയുക, ഏറ്റവും ഖേദത്തോട് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ തന്നെ ഒരു എത്ര എപ്പിസോഡുകളിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്? അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടൊരു മാധ്യമം എന്ന നിലയ്ക്ക് സമൂഹത്തിന് മുമ്പിൽ ആ പ്രശ്നത്തെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി സംഭവിച്ചാൽ ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു പുരോഗതിയും സംഭവിക്കുന്നില്ല, ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. ആകപ്പാടെ ഈ വിഷയത്തിലെ ഈ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിൽ ആകപ്പാട് ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്ന ഏത് കാര്യത്തിനകത്താണെന്ന് അറിയാവോ? ഈ മരിച്ചവരുടെ കുടുംബത്തിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ ഉയർത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയായിരുന്നത് 10 ലക്ഷം രൂപയായിട്ട് സർക്കാർ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏക പുരോഗതി. ഞാനിത് വനം വകുപ്പിൻ്റെ മാത്രം വീഴ്ചയായി ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കാര്യത്തിൽ എനിക്കൊരു പൊസിഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കടൽക്ഷോഭം ഉണ്ടാകുന്നു വിചാരിക്കുക, വലിയ കടലാക്രമണം ഉണ്ടാകുന്നു വിചാരിക്കുക. ആ പ്രശ്നം പരിഹരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഫിഷറീസ് വകുപ്പിന് മാത്രമാണോ? അങ്ങനെയാണോ ഒരു സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുക? ഇപ്പോൾ ഓഖി ദുരന്തം ഉണ്ടായല്ലോ, ആ ദുരന്ത സമയത്ത് സർക്കാരിൻ്റെ എൻറ്റയർ മെഷീനറി പ്രവർത്തിച്ചില്ലേ? ആ രീതിയിൽ ഒരു വലിയ സാമൂഹിക ജീവിത പ്രശ്നമായി മാറിയിരിക്കുകയല്ലേ ഈ പറയുന്ന വന്യജീവികളും മനുഷ്യരായിട്ടുള്ള സംഘർഷം എന്ന് പറയുന്നത്? അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പൊതുവിഷയമല്ലേ ഇത്? എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവാണ് ഈ കാര്യത്തിനകത്ത് ഉണ്ടാകേണ്ടത്. ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ വീഴ്ചയായി കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വീഴ്ചയായി കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഇനി ഇരുന്നിട്ട് കാര്യമില്ല. മന്ത്രിയും ആ വകുപ്പും അങ്ങേയറ്റം പരാജയമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഇനി ഈ കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത് സർക്കാർ തന്നെ ഇക്കാര്യത്തിലൊരു സയൻറ്റിഫിക്കായ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ സംസ്ഥാനം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ 1/3 വനപ്രദേശമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ വനപ്രദേശത്തിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ, കേട്ടോ. നമ്മുടെ ജീവിതം ഈ പച്ചപ്പിലും ഹരിതാഭയിലും ഒക്കെ നിൽക്കുന്നത് ഈ വനപ്രദേശമുള്ളത് കൊണ്ടാണ്. നമ്മളുടെ വരുമാനത്തിൽ നല്ലൊരു ഓഹരി സംഭാവന ചെയ്യുന്നത് ഈ വനസമ്പത്തുകളാണ്. അപ്പോൾ ഈ വനമില്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. വനമില്ലാതാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വനമുണ്ടെങ്കിൽ സ്വാഭാവികമായും വന്യജീവികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വന്യജീവികളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വനവും വന്യജീവികളും ഒക്കെ ചേർന്നൊരു ഇക്കോസിസ്റ്റത്തിലാണ് മനുഷ്യരെല്ലാം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്. നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നതുണ്ടല്ലോ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യമുള്ള പ്രദേശങ്ങളിലൊന്നാണ് പശ്ചിമഘട്ട മലനിര എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞ പ്രകൃതിയുടെ ഈ മഹത്തായ സമ്പത്തിനെ നമുക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിനുള്ളിലെ വന്യജീവികളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മൾ പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ വനവിസ്തൃതി കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും വനനശീകരണവും വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ മനുഷ്യർ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൃഗങ്ങൾ കാടിറങ്ങി വരുന്നു എന്നാണ്. മനുഷ്യർ കാട് കയറുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. മൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് കാടിറങ്ങി വരികയാണോ അതോ മനുഷ്യർ കാട് കയറുകയാണോ എന്നുള്ള പ്രശ്നം അടക്കം നമ്മൾ അഡ്രസ്സ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കണം. നോക്കൂ, നമ്മളുടെ പ്രശ്നം എന്താ? ഈ പറയുന്ന ചെറിയ ഒരു സംസ്ഥാനത്ത് 3 വനപ്രദേശമായിരിക്കും 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് 1.5 കോടി ജനങ്ങൾ ഈ വനമേഖലയോട് ചേർന്നാണ് ജീവിക്കുന്നത്. ഒരർത്ഥത്തിൽ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു ആശ്രയം എന്ന് പറയുന്നത് ഈ വനങ്ങൾ കൂടിയാണ്. ആ വനമേഖലയിൽ 1.5 കോടി ജനങ്ങൾ ജീവിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഫെൻസ് ചെയ്യാനൊന്നും കഴിയില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അതെങ്ങനെയാണ്? വനം അങ്ങ് തീരുമാനിച്ചിട്ട് ആ വനം മുതൽ ഇങ്ങോട്ടേക്ക് ഈ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നമുക്ക് സൗരോർജ്ജ വേലി കെട്ടാൻ പറ്റുമോ? അങ്ങനെ ഒരു ഫെൻസിങ് സാധ്യമാണോ? അല്ലെങ്കിൽ കിടങ്ങുകൾ കുഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വലിയ മതിൽ കെട്ടാൻ പറ്റുമോ? ഒന്നും പോസിബിൾ അല്ല. ചില ഏരിയാസിൽ അതൊക്കെ ചെയ്യാം എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് അങ്ങനെ ഒരു ഫെൻസിങ് പോസിബിൾ അല്ല. പക്ഷേ ഇതിനകത്തൊരു ശാസ്ത്രീയ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ടല്ലോ. അതിലേക്ക് എന്തുകൊണ്ടാണ് ഇനിയും നമ്മുടെ ചർച്ചകൾ വരാത്തത്? കഴിഞ്ഞ ഈ ഒരു വർഷം, ഈ 2025 തുടങ്ങിയതിന് ശേഷം ഒരു 20 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ എന്നേ. നമ്മൾ എത്ര പ്രാവശ്യം ഇത് കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണാൻ കഴിയാത്തത്? ഇപ്പം KU ജനീഷ് കുമാറിൻ്റെ ഒരു പ്രതിഷേധമുണ്ട്. ഞാൻ ആ പ്രതിഷേധത്തിൽ ജനീഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ആളാണ്, കേട്ടോ. കാരണം എന്താ പറയുമോ, ഇന്നിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, പിന്നീട് അത് പിൻവലിച്ചു. ജനീഷിനെതിരായിട്ടുള്ള പോസ്റ്റ് എന്താണ്? വനമെല്ലാം നമുക്ക് വെട്ടിനിർത്താം. ഞങ്ങൾ പിൻവലിച്ചതല്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഈ വനമൊക്കെ അങ്ങ് ഇല്ലാതാക്കാം, എന്നിട്ട് നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ അങ്ങ് ഇല്ലാതാക്കാം, എന്നിട്ട് മനുഷ്യർ മാത്രമുള്ളൊരു ഭൂമിയിൽ പ്രധാനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ ജനീഷ് കുമാർ നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. നോക്കൂ, പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ ഭൂമിയിലെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് പ്രാണികളുണ്ട്, പക്ഷികളുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാവരും കൂടി ചേർന്നൊരു ഇക്കോസിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നും അനാവശ്യമായിട്ട് ഈ ഭൂമിയിലില്ല, കേട്ടോ. ഒരു പ്രാണി പോലും അനാവശ്യമായി ഈ ഭൂമിയിലില്ല. എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ റോളുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ഒരു ഇക്കോസിസ്റ്റം നിലനിൽക്കുന്നത്. ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ
നമുക്ക് വനങ്ങൾ വെട്ടിക്കളയാനും പറ്റില്ല, വന്യജീവികളെ ഇല്ലാതാക്കാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രതികരണം അല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് ശക്തമായ മുൻകരുതലുകൾ എടുക്കാനുള്ള പിന്നെ നടപടികളാണ് വനം വകുപ്പിൽ നിന്നുണ്ടാകേണ്ടത്. ഇന്നലെ ഇപ്പം സംഭവിച്ചിരിക്കുന്ന പാലക്കാട്ടത്തെ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി. പാലക്കാട്ട് ചെറിയൊരു സംഭവമാണ്. നോക്കൂ, ഒരു പുലിപ്പേടിയിലാണ് ആ വീട്ടുകാർ ജീവിച്ചുകൊണ്ടിരുന്നത്. 5 പേരുള്ളൊരു വീടാണ്, അതിൽ ഒറ്റ മുറി വീടാണ്. ആ വീട്ടിലെ ആ ഗൃഹനാഥൻ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്താണ് കിടക്കുന്നത്. 3 കുട്ടികളും അമ്മയും കൂടിയാണ് അകത്ത് മുറി കിടക്കുന്നത്. ഈ പുലിയുടെ ഒരു ടാർഗറ്റ് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദിവസമായിട്ട് പുലി ടാർഗറ്റ് ചെയ്യുന്നത് ആ നായയാണ്. ആ ടാർഗറ്റ് ചെയ്യുന്നു മാത്രമല്ല, ഈ നായ പിടിക്കപ്പെടാൻ സാധ്യതയെന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഈ പിന്നെ പുലിയെ പേടിച്ചിട്ട് നായയെ കിടപ്പുമുറി, ആ ഒറ്റമുറിയേ ഉള്ളൂ, ആ മുറിയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഇത് ബോധ്യപ്പെടുന്ന നായ രാത്രിയിൽ വന്നിട്ട് ഈ വാതിൽ മാന്തി പൊളിച്ച് അകത്ത് കയറി കുട്ടിയെയും തട്ടിയിട്ടിട്ട് ഈ നായയും കൊണ്ട് പോവുകയാണ്. നായയായിരുന്നില്ല ടാർഗറ്റ് എന്ന് വിചാരിക്കുക. എത്ര ജീവൻ പോകുന്നേ, എത്ര ജീവൻ പോകും? 5 മനുഷ്യർ അവിടെ ഉണ്ട്. ഒരു സമയത്ത് പുലി ആരെയൊക്കെ ആക്രമിക്കും, എത്ര പേരെ ആക്രമിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നായയല്ലായിരുന്നു പുലിയുടെ ടാർഗറ്റെങ്കിലോ എത്ര ജീവൻ അവിടെ പുലിയുമായിരുന്നു. ഈ പുലിപ്പേടി ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് എത്ര നാളായി? എന്ത് മുൻകരുതലാണ് എടുത്തത്? എന്ത് നടപടിയാണ് എടുത്തത്? നമുക്ക് വനം വെട്ടിത്തെളിച്ച് വന്യജീവികളെ ഇല്ലാതാക്കി ഭൂമിയെ മനുഷ്യരുടെ മാത്രം ഒരു സ്വർഗ്ഗമാക്കി നിങ്ങൾ പ്രധാനമന്ത്രിയാകുമെന്ന് ജനീഷ് കുമാറിനോട് പറയുന്ന ഈ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭീതിയിൽ കിടക്കുന്ന 5 മനുഷ്യരുണ്ട് അവിടെ. അവർ മാത്രമല്ല, ഒരു 10-14 കുടുംബമുണ്ട് അവിടെ. ആ 10-14 കുടുംബം നിരന്തരമായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പുലി വരുന്നുണ്ട്, ആ പുലി നമുക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഒരു പിടിയില്ല, ആരോടൊരു മുൻകരുതലും വരുന്നില്ല, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇന്നലെ ഇപ്പം വേറൊരാൾ, ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി, അയാൾ രാവിലെ പോകുന്നു, അയാൾ കടുവയുടെ ആക്രമണത്തിൽ മരിക്കുന്നു. ഇന്നിപ്പോൾ അവിടെ ഉണ്ടല്ലോ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. എല്ലായിടത്തും ക്യാമറയൊക്കെ സ്ഥാപിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരിങ്ങനെ വെച്ചിരിക്കുന്ന കെണി അന്വേഷിച്ച് നേരെ കടുവ വരാൻ പോകാണല്ലോ, എന്നിട്ട് കടുവ ആ കെണിയിലേക്ക് വീഴാൻ പോകാണല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കാതെയാണ് ഇത്തരത്തിലുള്ള ജനകീയ. നോക്കൂ, ആന വന്ന് ജീവിത പ്രശ്നമാണല്ലോ അവിടുത്തെ ആളുകളുടെ. നോക്കൂ, കൈതച്ചക്ക കൃഷി ചെയ്യുക 2 പേര് അവിടുത്തെ ഒരു പറമ്പ് പാട്ടത്തിനെടുത്തിട്ട്. അവിടെ കൃഷി ചെയ്യുന്ന മനുഷ്യർക്ക് അത് നശിച്ചു പോയാൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകും. അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും, കടക്കണിയിലാകും. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പം ഇതുപോലുള്ള വേരുകളിലൊക്കെ കറണ്ടൊക്കെ വെച്ചെന്നിരിക്കും. അങ്ങനെ വെച്ചു, ഒരു ആന കൊല്ലപ്പെട്ടു. പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ഒരു ടെററാണ് ഈ വനം വകുപ്പുകാരുടെ. അതാണ് പ്രശ്നം. അവിടെ ടെറർ ഉണ്ടാക്കുന്നത് മാത്രമല്ല, 10-11 പേരെ പിടിച്ചുകൊണ്ട് പോവുക, ചോദ്യം ചെയ്യുക, ഈ കേസ് എടുക്കുക. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അയാളുടെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയാണെന്നേ വന്നിട്ട് ജനീഷ് കുമാറിനോട് പറയുന്നത്. ജനീഷ് കുമാർ ഈ പറയുന്ന ആദ്യം അയാൾ ജനപ്രതിനിധിയാണ്, പിന്നീടാണ് അയാൾ സർക്കാരിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് നോക്കേണ്ടത്. ആദ്യം അയാൾ ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിക്ക് ജനകീയ രോഷത്തിൻ്റെ പക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ, ജനങ്ങളുടെ പ്രശ്നത്തിൻ്റെ പക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അയാൾ അവിടെ പോയിട്ട് അലർന്ന് വെച്ച് സംസാരിക്കേണ്ടി വന്നത് എന്ന് മാത്രമല്ല. അയാൾ പറയുന്നുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ ഈ പറയുന്ന പല വിഭാഗങ്ങളും പിന്നെ ഉപയോഗപ്പെടുത്തി ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു, ചില തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ നക്സലറ്റ് എന്നുള്ള വാക്കൊക്കെ അയാൾ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ, ഈ വനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വലിയ അരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ അവർ സിസ്റ്റത്തിനെതിരാവും. സ്വാഭാവികമായിട്ട് സിസ്റ്റത്തിനെതിരാകുമ്പോഴത്തേക്കും ആ സിസ്റ്റത്തിനെതിരാകുന്ന വികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ ശക്തിപ്പെടാൻ ശ്രമിക്കും. അത് ഏത് വിഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള പിന്നെ എന്താ പറയുക, സമ്മർദ്ദങ്ങളിലേക്ക് സംസ്ഥാനം പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ രോഷം നമ്മൾ അവിടെ കണ്ടത്. ചില വാക്കുകൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും, അതൊക്കെ ആ ജനകീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട്, വികാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വാക്കാണ്. പക്ഷേ പ്രശ്നം അതല്ലെന്നേ. അവിടെ കയറിയിട്ട് ഉദ്യോഗസ്ഥരെ ചീത്ത പറഞ്ഞു, അവരവിടെ പിന്നെ എന്താ പറയുക, ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നാണ് മാറിപ്പോകുന്നത്. അടിസ്ഥാന പ്രശ്നം എന്താ? അവിടെ ആളുകൾക്ക് ജീവിക്കാൻ നിർത്തിയില്ല, അവർക്ക് സുരക്ഷിതമായി കഴിയാൻ കഴിയുന്നില്ല, അവരുടെ കുട്ടികൾ പിന്നെ പുറത്തേക്ക് പോയാൽ തിരിച്ച് ജീവനോടെ മടങ്ങി വരുമെന്ന് അവർക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല, ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ അവർ തിരിച്ച് ജീവനോടെ വരുമോ ഇല്ലെന്ന് അറിയാതെ പേടിച്ചിരിക്കുന്ന ഭാര്യമാർ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് കേരളത്തിൽ ഈ വനമേഖലയിലെ കുടുംബങ്ങളിലുള്ളത്. നിരന്തരം നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വനം മന്ത്രിയുണ്ട്, ഭൂലോക പരാജയം. ഒരു വനം വകുപ്പുണ്ട്, ഒരു മുൻകരുതലും എടുക്കത്തില്ല. ഇത് സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് വലിയ മയക്കുവെടി, പിന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളങ്ങൾ കാണിക്കുക എന്നുള്ളതല്ലാതെ നിരന്തരം ഈ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, വനം വകുപ്പിനെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് ഈ കാര്യത്തിനകത്ത്. സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി ഈ കാര്യത്തിനകത്ത് ഒരു നിലപാട് പറയണം. കാരണം എന്താ വെച്ചാൽ, ഈ സംസ്ഥാനത്ത് മനുഷ്യർ 1.5 കോടിയോളം മനുഷ്യർ ജീവൻ പണയപ്പെടുത്തി വനമേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആ മേഖലയുടെ സുരക്ഷിതത്വത്തിനായി എന്ത് ചെയ്യാനാണ് സർക്കാരിൻ്റെ പദ്ധതി എന്ന കാര്യം പറയണം. ഇനി സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ലോകത്ത്, കേരളത്തിൽ മാത്രമല്ല കേട്ടോ വനങ്ങളും വന്യജീവികളും ഉള്ളത്. ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ ധാരാളമായി വനങ്ങളുണ്ട്, വന്യജീവികളുണ്ട്. ആ പരിസരത്തൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു സയൻറ്റിഫിക് മോഡലുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനൊരു സയൻറ്റിഫിക് മോഡലുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായി ഈ കാര്യത്തിനകത്ത് വേണ്ടത്. നമ്മൾ ഈ വികാരം കൊള്ളുന്ന ഓരോ മനുഷ്യരും മരിച്ചു വീഴുമ്പോഴും കേരളം വികാരം കൊള്ളുന്നുണ്ട്. കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നോക്കൂ, ഇവിടുത്തെ വേറെ കാര്യം എന്താ അറിയുക, KPCC അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്ന ആളാരാ? അദ്ദേഹം വരുന്നത് ഏത് മേഖലയെന്നാണ്? ഇപ്പം നടക്കാണ്ടിരിക്കുന്നത് അത്രയെങ്കിലും രാഷ്ട്രീയ ബോധം ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടേ? നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ ഏതാണ്ട് ഒരു 400ഓളം പഞ്ചായത്തുകൾ ഈ മേഖലയിൽ, ഈ സ്ട്രെച്ചിലാണ്. ആകെയുള്ള 1000 പിന്നെ പഞ്ചായത്തുകളിൽ 450 പഞ്ചായത്തുകളുള്ള ഈ ഒറ്റ സ്ട്രെച്ചിലാണ്. എന്തായിരിക്കും അവിടുത്തെ ജനവിധി? ആ ജനവിധി തന്നെ ആയിരിക്കുമല്ലോ 2026 തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അവർക്കൊരു പൊളിറ്റിക്കൽ ത്രെട്ട് പോലുമുണ്ട്. CPM-നൊരു രാഷ്ട്രീയ ത്രെട്ടുണ്ട്, സർക്കാരിനൊരു രാഷ്ട്രീയ ത്രെട്ടുണ്ട്,
മുന്നണിക്ക് ഒരു രാഷ്ട്രീയ ത്രെട്ടുണ്ട്. അതുകൂടാതെ KPC അധ്യക്ഷനായിട്ട് ആ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇത് പരമാവധി മുതലെടുക്കാനായിട്ട് തന്നെ ശ്രമിക്കും. അത്തരം ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത്ര നാൾ നമ്മൾ കാണാത്തൊരു ജോയിയല്ലേ ഇന്ന് നമ്മൾ കാണുന്നത്. VS ജോയി വന്നിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തുകയല്ലേ ചെയ്യുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് അല്ലേ, സ്വാഭാവികമായിട്ടും VS ജോയി ആ വിഷയം അയാൾ ഉന്നയിക്കില്ലേ. ഈ രീതിയിലൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളോടി ആയിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പം എൻ്റെ നിലപാട് ഈ കാര്യത്തിനകത്ത് ഇനി വനം വകുപ്പിനെ കുറിച്ച് പറയാൻ ഞാനില്ല, വനം മന്ത്രിയെ കുറിച്ച് പറയാൻ ഞാനില്ല. കാരണം അതൊക്കെ അടഞ്ഞ അധ്യായമാണ്. ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആവശ്യമാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്, മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ഡിസിഷനാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ വനമേഖലയിൽ ജീവിക്കുന്ന ഏതാണ്ട് 1.5 കോടി മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമാകുക എന്നാണ് ഈ കാര്യത്തിൽ എൻ്റെ നിലപാട്. വീഴ്ചകളുടെ വനം വകുപ്പ് എന്നുള്ള ചോദ്യത്തിൽ ചർച്ച തുടരുകയാണ്. ശ്രീ ആൻഡ്രു, എനിക്ക് ചോദിക്കാനുള്ള നാണമില്ല സർക്കാരെ ഇതുപോലെ ഒരു വകുപ്പിനെയും ഇതുപോലൊരു മന്ത്രിയെയും ഇങ്ങനെ 1.5 കോടി ജനങ്ങളെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 1.5 കോടി ജനങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മലയോര മേഖലയിലെ ജനങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എത്ര വൃത്തികെട്ട രീതിയിലാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? മലയോര മേഖലയിലുള്ള ജനങ്ങളെ നിങ്ങൾ ഒരു 2ാം തര പൗരന്മാരായിട്ട് കാണുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? ഇങ്ങനെ ചെയ്യാൻ പാടുമോ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു? നിങ്ങളുടെ ഒരു MLA അല്ലേ DFO ഓഫീസിൽ വന്നിട്ട് ഈ പറയുന്ന വനം വകുപ്പിനെതിരെ സംസാരിക്കുന്നത്? നിങ്ങളിത് കാണുന്നില്ലേ? നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ഈ DFO ഓഫീസിലേക്ക് സമരം നടത്തുന്നത്? നിങ്ങളിത് കാണുന്നില്ലേ? നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ കാണുന്ന ജനങ്ങളെ മുഴുവൻ നിങ്ങൾ ഈ വന്യമൃഗത്തിന് തിന്നാനിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് നിങ്ങളിതിനെ കൈകാര്യം ചെയ്യുന്നത്. വളരെ മോശമെന്നുള്ളതല്ല, ഞങ്ങൾ തന്നെ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തു. ഈ മീറ്റ് ദ ഡീറ്റെയിൽസിൽ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഇത്ര വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്ത ശൈലി തന്നെ ശരിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നിങ്ങളോട് പറയുക? ഇത് മുഖ്യമന്ത്രി കാണുന്നില്ലേ? ഇത് കേരളത്തിലെ CPMൻ്റെയും CPIൻ്റെയും നേതാക്കന്മാർ കാണുന്നില്ലേ? എന്തൊരു കഷ്ടമാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്. മലയോര മേഖലയിൽ 400 പഞ്ചായത്താണുള്ളത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ മലയോര മേഖലയിലുള്ള MLAമാരോട് ചോദിച്ചു നോക്കൂ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. നിങ്ങൾ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന നിങ്ങളുടെ ജനപ്രതിനിധികളോട് ചോദിച്ചു നോക്കൂ എന്താ അവസ്ഥ എന്നുള്ളത്. നിങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് മെമ്പർമാരോടും ചോദിച്ചു നോക്കൂ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഫ്ലാറ്റുകളിലും ബഹുനില കെട്ടിടങ്ങളും അല്ല ജീവിക്കുന്നത്, നഗരങ്ങളിലല്ല ജീവിക്കുന്നത്. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ ഭാഗമായിട്ടുള്ള പഞ്ചായത്തുകളും നിങ്ങളുടെ ഭാഗമായിട്ടുള്ള MLAമാരായിട്ടുള്ള നേതാക്കന്മാരോടൊക്കെ നിങ്ങൾ സംസാരിക്കൂ. എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് വനം വകുപ്പിനെ ഒരു ശൈലിയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്, അവിടെ ഒരു ശൈലി നടക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ശൈലി ഞാൻ വിചാരിക്കുന്നതിൽ വളരെ മോശമായ രീതിയിലാണ് ഈ വനം വകുപ്പ് കൈകാര്യം ചെയ്തു പോകുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു മന്ത്രി തന്നെ ഉള്ളതായിട്ട് അവിടെ കാണുന്നില്ല. അവിടെ ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ശൈലിക്കും അവരുടെ തോന്നിവാസനം നിൽക്കുകയാണ്. നിങ്ങളൊരു വേടൻ്റെ പുറകെ നടന്നില്ലേ ഒരു പുലിപ്പല്ലിന് വേണ്ടിയിട്ട്? എന്താണ് അവസാനം സംഭവിച്ചത്? അത് വകുപ്പിൻ്റെ വീഴ്ചയല്ലേ? നിങ്ങൾ അതിൻ്റെ പകുതി ആ എടുത്ത എഫേർട്ടിൻ്റെ പകുതി ഒന്നും മതിയല്ലോ ഒരു കടുവയെ പിടിക്കാൻ, ഒരു പുലിയെ പിടിക്കാൻ. ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ പിടിച്ചിട്ട് കൂട്ടിയിട്ട് പോവുകയാണ്. എന്ത് രേഖകൾ കൊടുത്തിട്ടാണ് നിങ്ങൾ കൂട്ടിയിട്ട് പോയത്? നിങ്ങൾ CRPC 41A പ്രകാരം നോട്ടീസ് കൊടുക്കണം. നിങ്ങൾ പ്രതിയാണെന്ന് സംശയിച്ചാൽ നിങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാൻ കങ്ങളെ കൊണ്ട് കഴിയണം. നിങ്ങൾ കൊടുത്തോ നോട്ടീസ്? നിങ്ങൾ കൊടുക്കാതെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ കൂട്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. എന്ത് രേഖയുടെ പേരിലാണ് നിങ്ങൾ കൂട്ടിയിട്ട് പോയി ചോദ്യം ചെയ്യുന്നത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തും ചെയ്യാം എന്നുള്ള ശൈലിയിലേക്ക് മാറുന്ന ഒരു രാജ്യമായിട്ട് കേരളം, അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ട് സംസ്ഥാനമായിട്ട് കേരളം മാറരുത്. വളരെ മോശമായ രീതിയിൽ ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ വനം വകുപ്പ് മന്ത്രിയോടും വനം വകുപ്പിനോടും ഇനി ഒന്നും പറയാനില്ല. ഈ പറയുന്ന സംസ്ഥാനം ഭരിക്കുന്ന ഈ പറഞ്ഞ LDF സർക്കാരിനോട് പറയുന്നത്, CPMനോടും CPIനോടുമാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? മലയോര ജനങ്ങളെ കണ്ടിട്ടില്ല എന്ന് നടിച്ച് നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും. കാരണം നിങ്ങളെ ആരും എതിർക്കുകയല്ല, നിങ്ങളുടെ ശൈലിയെ എതിർക്കുകയല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം നേരിടുന്നത് ഇപ്പോൾ വന്യജീവികളിൽ നിന്നിട്ടാണ്. ഒരു വാഹനാപകടത്തിൽ മരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് ഈ പറയുന്ന വന്യമൃഗത്തിൻ്റെ മുൻപിൽ പോയി വീണ് മരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച റോമിൽ പോയിരുന്നു, കൊളോസിയം കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടുവയുടെയും പുലിയുടെയും മുൻപിൽ ആളെ എറിഞ്ഞു കൊടുത്ത് കൊല്ലുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലങ്ങളിൽ ആ കൊളോസിയത്തിനേക്കാളും കഷ്ടമാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ വലിയൊരു റൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഈ കേരളം എന്ന റൗണ്ട്. അതിന് ചുറ്റും വനമാണ്. ചുറ്റും വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തേക്ക് ഇറങ്ങി വരികയും മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പിടിക്കുകയും കൊല്ലുകയും ചെയ്തു. അത് വീടിനുള്ളിലാവാം, വീടിന് പുറത്താകാം, ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾ ജീവിക്കുന്നത് പോലെ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്
പോലെ സാധാരണ ജനങ്ങൾക്ക് ശമ്പളം കിട്ടത്തില്ല. അവൻ രാവിലെയും രാത്രിയും അധ്വാനിച്ചിട്ടാണ് ശമ്പളം മേടിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ജീവിക്കുന്നത്. അവൻ്റെ അധ്വാനം എന്ന് പറയുന്നത് മണ്ണിനോട് മല്ലടിച്ചിട്ടാണ്. അവൻ വീട്ടിൽ വളർത്തുന്നത് പശുക്കളെ ആയാലും കന്നുകാലികളെ ആയാലും, അതാണ് കോഴികളെ ആണെങ്കിലും, അല്ലെങ്കിൽ ആ പറയുന്ന പിന്നെ മിണ്ടാപ്രാണികളൊക്കെ വളർത്തുന്നത് അവൻ്റെ ജീവിതമാർഗ്ഗമാക്കിയിട്ടാണ്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോകുന്നത് ശരിയായില്ല. നിങ്ങളുടെ MLA അല്ലേ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഈ രീതിയിൽ പിന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. വനം വകുപ്പിൻ്റെ DFOയോട് സംസാരിക്കും. എന്നിട്ട് ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് നേരെ കൊഞ്ഞാൻ കുത്താണ്. നിങ്ങൾക്ക് നേരെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇന്ന കാടെല്ലാം വെട്ടിത്തെളിച്ചിട്ട് മരമാക്കിക്കോളൂ എന്ന് പറഞ്ഞോളൂ. ഏത് സ്ഥലത്താണ്? ഞാൻ ഈ നേരത്തെ ഉണ്ണിവാലകൃഷ്ണൻ പറഞ്ഞിട്ട് എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. ഒരു സ്ഥലത്തും ഒരു കർഷകനും കയ്യേറുന്നില്ലാന്നേ. ഈ 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ചുറ്റുള്ളവരും ഫോറസ്റ്റ് സ്റ്റേഷനുകൾ ഇരിക്കുകയാണ്. അവരെ ഉദ്യോഗസ്ഥന്മാർ വഴികളും മുഴുവൻ നടക്കുകയാണ്. ഒരു ഇഞ്ച് കയ്യേറാൻ ഇന്നത്തെ സംവിധാനത്തിൻ്റെ അത് കേരളത്തിൽ നടക്കില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് കയ്യേറ്റം നടക്കുന്നില്ല, ഒരു സ്ഥലത്ത് ഫോറസ്റ്റ് വെട്ടി വിളിപ്പിക്കുന്നില്ല. എല്ലാം എന്താണ്? ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് നേരത്തെ ഇരിക്കുന്നത്. കർഷകൻ്റെ സ്ഥലം മുഴുവൻ കയ്യേറുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. അവന് തോന്നുമ്പം ജണ്ട മാറ്റിയിടും, അവന് തോന്നുമ്പം ഈ പറയുന്ന സ്ഥലം കയ്യേറിയിട്ട് ജണ്ടയിടും. എന്നിട്ട് അവൻ പറയും ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. അവൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോയി കേസ് കളിച്ചാലാണ് അവർ തിരിച്ചു കിട്ടുക. അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ സംവിധാനം പോകുന്നത്. അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനും ഒരു സ്ഥലത്തും എന്ത് ചെയ്യുന്നില്ല, ഒരു കർഷകനും എവിടെയും കയ്യേറുന്നുള്ള എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ ജനങ്ങൾ രണ്ടായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒന്നെന്തറിയോ? ഒന്ന് രണ്ടാം തര പൗരക്കാർ, അത് മലയോര ജനങ്ങളാണ്. അവരെ നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ ബിനോയ് ജോസഫ് എന്തോ ഒരു റൈറ്റർ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു പിന്നെ ഇവിടുത്തുകാരനാണ്, അത് പിന്നെ ഇരിട്ടിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ബിനോയ് തോമസ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ നേരത്തെ കയറുന്നതിന് മുന്നേ കാണുമായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നിങ്ങൾ രണ്ടാം തര ആൾക്കാരായിട്ടാണ് കാണുന്നത് മലയാളികൾ, അല്ലെങ്കിൽ ഈ മലയോര പള്ളിപ്പെട്ടത്. എന്തൊരു മോശമായ രീതിയിലാണ്. അവർ കർഷകരാണ്, അവർ പള്ളിയിൽ പോകുന്നവരാണ്, അവർ ക്രിസ്ത്യാനികളാണ്. അല്ലെങ്കിൽ ആ പറയുന്ന രീതിയിലേക്ക് വളരെ രീതിയിൽ എന്തോ വനം വെട്ടിത്തെളിച്ച് അല്ലെങ്കിൽ കാട് വെട്ടിത്തെളിച്ച് മലയോര മേഖലയിൽ കൃഷിയെടുത്ത് അവൻ കപ്പ പിന്നെ എന്താണ് അവൻ ജീവിതമാർഗ്ഗം ഉണ്ടാക്കിയത് മുഴുവൻ നിങ്ങളല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം മുഴുവൻ ഉണ്ടാക്കിയത് ഇന്ന് പറയുന്ന കേരളം ഇല്ലാന്നേ. ഇന്ന് പറയുന്ന കേരളമില്ല. ഈ മലയോര ജനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് പറയുന്ന കേരളം ഉള്ളത്. നിങ്ങൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള സംവിധാനം ഉള്ളത്. ഈ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയത് മലയോര ജനങ്ങളാണ്. ആ സംവിധാനം പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കുറേ ആൾക്കാർ തിരുവനന്തപുരം സിറ്റിക്കകത്തും എറണാകുളം സിറ്റിക്കകത്തും കോഴിക്കോട് സിറ്റിക്കകത്തും കണ്ണൂർ സിറ്റിക്കകത്തും തൃശ്ശൂർ സിറ്റിക്കകത്ത് ജീവിച്ചിട്ട് മലയോര ജനങ്ങളെ കാണുമ്പോൾ ഒരു കൊഞ്ഞനം കുത്തൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വയനാട്, ഇടുക്കി, പത്തനംതിട്ട അതുപോലെ തന്നെയുള്ള മുഴുവൻ മലയോര ജനങ്ങൾ താമസിക്കുന്നതിനാണ് ഈ പറയുന്ന വന്യജീവികളോട് മല്ലടിച്ചിട്ടാണ് അവൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾ പിന്നെ ഒരു എഴുന്നള്ളപ്പിന് ഒരു ആന ഇടിഞ്ഞാലുള്ള വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അന്നേരം ഓടുന്നത് മുതലാളിമാരാണ്, അന്നേരം ഓടുന്നത് സിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വിഷമം. പക്ഷേ അവൻ്റെ മുന്നിൽ ക്യാമറ ഉണ്ടാവും, അവൻ്റെ മുമ്പിൽ സംവിധാനം ഉണ്ടാവും, നിങ്ങൾക്ക് ഇത് ആന ആക്രമിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന രാത്രി ഇറങ്ങി നടക്കുന്ന ജനങ്ങളെ മൃഗങ്ങൾ ഓടിക്കുന്ന സമയത്ത് അവരടുത്ത് ക്യാമറയില്ല. ഇവിടെ TV ചാനലുകൾ കാണിക്കാൻ കഴിയുന്നില്ല. വളരെ മോശമാണ്. അവരെ പുലി പിടിക്കാൻ വരുമ്പോൾ അവന് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പുലി പിടിക്കുന്ന വിഷ്വൽ, ഒരു മനുഷ്യനെ പുലി പിടിക്കുന്ന വിഷ്വൽ നിങ്ങളുടെ മുന്നിലൊന്ന് കിട്ടി നോക്കിക്കേ, അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലാവും. ഒരു മനുഷ്യനെ പുലി പിടിച്ചിട്ട് അതിൻ്റെ പാതി ഭാഗം തിന്നു എന്ന് പറയുമ്പോൾ എന്താ ഈ മന്ത്രിമാർക്കൊന്നും മനസ്സിലാകാത്തത്? ഏത് ശൈലിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? വളരെ മോശം എന്നുള്ളതാണ് ഞാൻ പറയുന്നുണ്ടോ. ഇതുപോലെ സർക്കാർ വേണ്ട. ഇത്രയും മോശമായിട്ട് ഭരിക്കുന്ന ജനങ്ങളെ കണ്ടില്ല എന്ന് കരച്ചിൽ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്ന സംസ്ഥാനത്തുള്ള എന്തിനാണ് അങ്ങനെ ഒരു സർക്കാർ? മലയോര മേഖലയിൽ ജനങ്ങളെ താമസിക്കുന്ന നിങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യമല്ല, ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്. മതിൽ കെട്ടണോ, കിടങ്ങുണ്ടാക്കണോ, ഫെൻസിങ് കെട്ടണോ എന്നൊന്നും ജനങ്ങളെല്ലാം തീരുമാനിക്കും. സർക്കാർ തീരുമാനിക്കണം. സർക്കാർ എന്തിനാണ് ഈ സർക്കാർ ഈ പറയുന്ന സംവിധാനത്തെ തലപ്പ് തിരിക്കുകയെന്നറിയോ? ഈ ഇരുത്തിയിരിക്കുന്നത് ആര് തീരുമാനിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അവർ തീരുമാനിക്കുക. അവർക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വോട്ട് നൽകി നിങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന ടാക്സ് അടയ്ക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്ന നീതി അടയ്ക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ വാഹന നിധിയും, നിങ്ങൾ ഭൂനികുതിയും, നിങ്ങൾ പറഞ്ഞ GSTയും, നിങ്ങൾ പറഞ്ഞ ഇൻകം ടാക്സും, നിങ്ങൾ പറഞ്ഞ എല്ലാ ടാക്സുകളും അടയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വോട്ട് തന്ന അവിടെ. നിങ്ങൾ ഫെൻസിങ് ഇട്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ മതിൽ കെട്ടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ കിടങ്ങ് കുഴിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി തരണം. അതാണ് ഈ പറയുന്ന സർക്കാർ ചെയ്യേണ്ടത്. അതിനേക്കാളും അപ്പുറം വന്നിട്ട് എന്തെങ്കിലും വന്നിട്ട് നിങ്ങൾ 5 ലക്ഷം രൂപേൻ്റെ ഇങ്ങനെ നീട്ടി തന്ന 5 ലക്ഷം പിടിച്ചോ എന്ന് പറയാൻ, നിങ്ങൾ തന്ന 5 ലക്ഷത്തിന് വേണ്ടിയിട്ടില്ല, ഞങ്ങൾ തന്ന പൈസയിലാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ തന്ന ലക്ഷങ്ങളും ഞങ്ങൾ തന്ന കോടികളിലുമാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. അല്ല, നിങ്ങളുടെ 5 ലക്ഷം മേടിച്ചിട്ട് ഞങ്ങളുടെ ജീവൻ പണയം വെക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് യുദ്ധം ചെയ്ത് എന്തിനാണെന്ന് അറിയാം നിങ്ങൾക്ക്? 26 പേരുടെ ജീവന് വേണ്ടിയിട്ടാണ് അല്ലേ? ഇന്ത്യ എന്ന മഹാരാജ്യം പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്ത് 26 പേരുടെ ജീവന് വേണ്ടിയിട്ടാണ്. ഇത് എത്ര ആളാണ് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ കൊല്ലപ്പെടുന്നത്? ഈ ഭീകരവാദി വന്ന് വെടിവെച്ച് അതിൻ്റെ പകുതി കഷ്ടപ്പാടില്ലല്ലോ, ഈ ഒറ്റ വെടിക്ക് തീർന്നല്ലോ.
ഇതുപോലെയാണോ ഒരു കടുവേൻ്റെയും പുലിൻ്റെയും ആനേൻ്റെ മുമ്പിലുള്ള ചവിട്ടിക്കൊല്ലലും പിടിച്ച് തിന്നുകയും ചെയ്യുന്നത്? വളരെ മോശമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഇത്ര വൃത്തികെട്ട ഒരു വകുപ്പിനെ ഞാൻ കണ്ടിട്ടില്ല, സത്യസന്ധമായിട്ട് പറയുകയാണ്. കർഷകരുടെ സംവിധാനത്തിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. പക്ഷേ ശക്തമായ രീതിയിൽ അപലപിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. ശക്ത രീതി ഇത് എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നറിയോ? ഇത് തീരില്ലാന്നേ. ഇവർ പറയുന്നത് അയ്യോ ഇത്രയും വലിയ വനവിസ്തൃതിയല്ലേ, ഇത്രയും വലിയ വനവിസ്തൃതിയിൽ എങ്ങനെ മൃഗങ്ങളെ തടയാൻ കഴിയുമെന്നുള്ളതാണ്. പല രാജ്യങ്ങളും ചെയ്യുന്നത് കണ്ടുപഠിക്കണമെന്നേ. നിങ്ങൾ പോയിട്ട് ആഫ്രിക്കയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് പഠിക്കൂ. നിങ്ങൾ പോയി റഷ്യയിൽ ഒരു സ്ഥലത്ത് നിന്ന് കങ്കാരുകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുകയാണ്. എന്തിനാണ് കങ്കാരുകളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രാജ്യത്ത്? എന്തിനാണ് വെടിവെച്ച് കൊല്ലുന്നത്? അത് പെറ്റുവരികി. അതുകൊണ്ടാണെങ്കിലും അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ കൂടെ അതിനേക്കാൾ തിങ്ങുന്നതിനേക്കാളും കൂടുതൽ പുറത്തായി. ദേശീയ മൃഗമാണ്, അതിനെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. എന്തിനാണ് അങ്ങനെ കൊല്ലുന്നത്? അപ്പോൾ ഇവരെന്താ പറയുന്നറിയോ? അയ്യോ ഇത് എന്താണ് കേരളത്തിന് മാത്രം തീരുമാനിക്കാൻ പറ്റില്ല, ഇത് നാഷണൽ കേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഈ വകുപ്പുകളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ കീഴിൽ വകുപ്പ് വന്നിട്ടാണ് ഒരു പാവപ്പെട്ട ഒരു തമിഴ്നാട്ടുകാരനെ പോയി പിടിച്ചുകൊണ്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെയാണോ? ഒരു ജനപ്രതിനിധി നിന്ന് ഞാൻ ജനീഷ് കുമാറിൻ്റെ കൂടെ 100% നിൽക്കുകയാണ്. ജനീഷ് കുമാർ ഞാൻ പറയുന്നത് ആ ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അവരാണ് തെറ്റ് ചെയ്തത്. ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പറയാണ്. എന്തിനാ പാവത്തോട് ചോദിച്ചോ നീ എന്തിനാ ഈ കുറ്റം ചെയ്ത് ചോദിച്ചപ്പോൾ ആന ചത്തുന്നവർ എന്നെ പിടിച്ചുകൊണ്ട് വന്നേക്കാണെന്ന് പറയാണ്. ആന ചത്തിന് അദ്ദേഹം എന്ത് ചെയ്തു? എന്ത് തെളിവാണല്ലേ? വേലികെട്ടി. ഞാൻ പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റല്ല കേരളത്തിൻ്റെ എല്ലാ അതിർത്തി കൂടെ ഫെൻസിങ് വെക്കുന്നത്. ഒരു മന്ത്രിക്ക്, കേരളത്തിലെ ഒരു മന്ത്രിക്ക്, ഒരു ജനപ്രതിനിധിക്ക് ഒരു വന്യമൃഗം വരുന്ന സ്ഥലത്ത് 1 മാസം ജീവിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. 1 മാസം ജീവിക്കുക. ഒരു ആദിവാസി കൂടിയിൽ പോയിട്ട് നിങ്ങൾ ജീവിക്കുക ഒറ്റയ്ക്ക്. അപ്പോൾ അതിന് വിഷമം മനസ്സിലാവും. ഒരു പാവപ്പെട്ടവൻ അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് പോയി നിങ്ങൾ ജീവിക്കുക, അന്നേരം മനസ്സിലാക്കും. നിങ്ങൾ തന്നെ നിങ്ങളുടെ MLA-മാരോടും നിങ്ങളുടെ ജനപ്രതിനിധിയോടും ചോദിച്ചാൽ മതി എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ പോകുന്ന കാറിൻ്റെ വലിപ്പത്തിലും നിങ്ങൾ പോകുന്ന സംവിധാനത്തിൻ്റെ വലിപ്പത്തിലും നിങ്ങളെ ആരും ആക്രമിക്കുന്നില്ല എന്ന് വരുന്നതിന് കാരണം നിങ്ങളൊരു മുതലാളി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ജനപ്രതിനിധി ആയതുകൊണ്ടോ നിങ്ങൾക്ക് എല്ലാവരും സംരക്ഷണം കിട്ടുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ആരുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾ ഒരു മലയോര മേഖല പഠിപ്പിക്കുന്നില്ല. ഒരു ജനപ്രതിനിധി മക്കളോ മലയോര മേഖല പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്ത്യൻ സഭ പറഞ്ഞൊരു കാര്യം എന്താണ്? മലയോര ജനതയിലെങ്കിലും നിങ്ങൾ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് റാഫേൽ തട്ടിൽ പിതാവ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇത് ശക്തമായി അപലപിക്കേണ്ട കാര്യമല്ലെന്നേ. ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഭരണം നടത്തുന്നത് ശരിയായ നടപടിയല്ല. ഞാൻ ഇതുവരെ ഈ സർക്കാരിനെ ഇത്രയധികം വിമർശിച്ച് സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇത്രയും വിമർശിച്ച കാരണം എന്താണെന്ന് അറിയോ? ഒരു മാധ്യമ സ്ഥാപനമായി ഇവിടെ ഒരു ദിവസം എത്ര ലെറ്ററുകൾ വരുന്നുണ്ട്? ഈ വരുന്ന ലെറ്റർ മുഴുവൻ എന്തിനാണ്? മലയോര ജനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവർക്ക് മന്ത്രിക്ക് ലെറ്റർ അയക്കാം, മുഖ്യമന്ത്രിക്ക് ലെറ്റർ അയക്കാം, വനം വകുപ്പിന് ലെറ്റർ അയക്കാം എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും കാണിക്കാത്ത ഒരു മനോഭാവമാണ് വനം വകുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രി സംവിധാനമില്ല, ഒരു ജനപ്രതിനിധി സംവിധാനമില്ല. അത് NCP ഇല്ല, ഏതാ പാർട്ടി? NCP എന്ന് പറയുന്നത് ഏറ്റവും കേരളത്തിൽ ആകെ ഒരു MLA 2 MLA-മാർ മാത്രമല്ല ഏറ്റവും ഒരു ചെറിയ പാർട്ടിക്ക് ഇത്രയും വലിയ സംവിധാനം കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലമല്ലേ? ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ വ്യവസായ വകുപ്പ് കൊടുത്തോലെയും ധനവകുപ്പ് കൊടുത്തോലെയും ഒക്കെ കൊടുക്കേണ്ട ഒരു വകുപ്പല്ലേ ഇത്? അല്ലേ? പഞ്ചായത്ത് കാര്യം ചെയ്ത പോലെ നടത്തേണ്ട ഒരു വകുപ്പല്ലേ ഇത്? എത്ര പോലീസ് നിങ്ങളെന്താ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിരിക്കുന്നത്? കേരളത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും കൈകാര്യം ചെയ്യാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ആരുടെ കീഴില്ല? മുഖ്യമന്ത്രിയുടെ കീഴില്ല. എത്ര ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് കേരളത്തിൽ? എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും എത്ര ഫോറസ്റ്റ് സ്റ്റേഷനാണ്? ഇത്രയും വലിയൊരു സംവിധാനം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളാണോ കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര ഫോറസ്റ്റ് ഇതാരാ ഭരിക്കുന്നത്? ഇത് PPCF ഏറ്റവും PPCCF എന്ന് പറയാം നമ്മൾ DGPക്ക് വരെ പറയുന്നത് ആരെ? ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ. അദ്ദേഹം തുടങ്ങി താഴേക്ക് എങ്ങാനും എത്രയെങ്ങാനും ഇവരാണ് തീരുമാനിക്കും, ഇവർ നടപ്പിലാക്കുമ്പോൾ മന്ത്രിക്കൊന്നൊരു ഒരു സേയും അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ്. അത് കൈകാര്യം ഇല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ ആ വകുപ്പിൻ്റെ സെക്രട്ടറിമാരെ എടുത്ത് നോക്കിക്കേ. അവരാണല്ലോ മുഖ്യമന്ത്രിനെ അറിയിക്കേണ്ടതും പിന്നെ സർക്കാരിനെ അറിയിക്കേണ്ടതും. അവരുടെ ഒരു വലിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി. വളരെ മാക്സിമം കഴിവ് കുറഞ്ഞ ആൾക്കാരെയാണ് ഒക്കെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് മുഴുവൻ കൈകാര്യം ചെയ്യാനൊരു വിങ്ങാണ്. ഇതിനൊരു ഇതിൻ്റെ ഒരു വലിപ്പം. ഇവർക്കെതിരെ അറ്റാക്ക് ചെയ്ത് കയറുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. ഇവർക്കെതിരെ പറയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. CPM എന്ന് പറയുന്നത് CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് തെറ്റിപ്പെടുത്തിയ സർക്കാർ തിരുത്തെന്ന് പറയുന്നത് ആരോടാ പറയണത്? നിങ്ങൾ തന്നെ തീരുമാനമെടുത്ത് നിങ്ങൾ അങ്ങനെ നടപ്പിലാക്കേണ്ടതിന് പകരം നിങ്ങൾ ആൾക്കാരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാന സെക്രട്ടറി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിനെ വിളിച്ച് പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാരോടല്ലേ പറയണ്ടേ, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള മന്ത്രിമാരോടല്ലേ പറയണേ? അതിന് ജനങ്ങളോട് എന്ത് പറയാനാണ്?
ഈ പിന്നെ വേടൻ്റെ കേസ് വന്നപ്പോൾ അത് തന്നെയല്ലേ സംഭവിച്ചത്? വളരെ മോശമായ രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 9 വർഷത്തെ ഭരണത്തിൻ്റെ കീഴിൽ ഇത്രയും പേരുദോഷം കേട്ട ഒരു വകുപ്പില്ല, ഇത്രയും മോശം രീതിയിൽ ജനങ്ങൾ കൈകാര്യം ചെയ്തൊരു വകുപ്പില്ല. ഈ മാത്രമല്ല, നിങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഈ വനം വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ചെയ്തികൾ മാറുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ആ ഉദ്യോഗസ്ഥൻ മാറ്റി എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അദ്ദേഹം മാറ്റിയിട്ടില്ല. അല്ല, അവരെ ഉദ്യോഗസ്ഥർ മാറ്റി, ഉദ്യോഗസ്ഥർ മാറ്റില്ല. അതായത് ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്നാണ്. ഒരു ഭരണകക്ഷിയുടെ MLA എന്ത് ചെയ്യുന്നു ക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്നു, ഭരണകക്ഷിയുടെ MLAക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്നു. ഇത് CPM ഭരിക്കുന്നതെന്ന് ഓർക്കണേ. MLAക്കെതിരെ പോസ്റ്റ് ഇടുന്നു. ഭരണകക്ഷിയുടെ ജില്ലാ ഘടകം ആ DF ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു, DYFI മാർച്ച് നടത്തുന്നു, എല്ലാ സംവിധാനങ്ങൾക്കും എതിരാകുന്നു. അപ്പോഴാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ആ പാർട്ടിക്കും ആ സംവിധാനത്തിനെതിരെ പോസ്റ്റ് ഇടുന്നത്. വേറെ എവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പോസ്റ്റ് ഒരു കോൺഗ്രസ്സുകാരനാണ് ഇടുന്നുണ്ടല്ലോ, അവനെല്ലാവരും കൂടെ പൊങ്കാലിയിട്ട് കൊന്നേനെ അല്ലേ? പിന്നെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ BJPക്കാരനായിരുന്നെങ്കിൽ കൊന്നുണ്ടാവില്ലേ? പക്ഷേ എന്തൊരു മോശമായ രീതിയിൽ. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ. നിങ്ങളോട് ആരോടും ദേഷ്യമായിട്ട് പറയില്ല, ജനങ്ങളുടെ അവസ്ഥയാണ്, നിങ്ങളത് മനസ്സിലാക്കൂ. ദയവ് ചെയ്തിട്ട് ഒന്നിലും നിങ്ങൾ ഈ മന്ത്രിയെ പിരിച്ചുവിടൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ മന്ത്രി പറഞ്ഞു കൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ 1-2 ആൾക്കാരെ കൊടുക്കൂ. അവരെങ്കിലും അതിന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കട്ടെ. ഉദ്യോഗസ്ഥന്മാരെ ഗൈഡ് ചെയ്യൂ, എങ്ങനെയാണ് ഒരു വനം വകുപ്പിനെ കൊണ്ടുനടക്കേണ്ടതെന്ന് പറയും. നിങ്ങൾ ബാക്കി എല്ലാ വകുപ്പുകളും നിങ്ങൾ എത്ര വൃത്തിയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു അജണ്ടയില്ലേ? ആ അജണ്ട മാറ്റൂ നിങ്ങളുടെ മനസ്സിൽ നിന്നും. അല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു കാര്യമല്ല. ജനീഷ് കുമാർ എന്ന് പറയുന്നത് അറിയോ, നക്സലുകൾ തിരിച്ചു വരുമെന്ന് പറയുന്നത് അല്ലേ? നക്സലുകൾ തിരിച്ചു വരുമെന്ന് ഒരു CPMൻ്റെ ഒരു MLA പറയുമ്പോൾ അയാൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ന് പറയുന്നത് എന്താ? ഇത് ജനങ്ങൾ അവിടെ രോഷം കൊള്ളുകയാണ്. ജനങ്ങൾ ആന ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് രോക്ഷം കൊള്ളുകയാണ്. അവിടെ വന്നിട്ടാണ് ഒരുത്തനെ പിടിച്ചുകൊണ്ട് വരുന്നത് ഇവിടേക്ക്. മനസ്സിലായോ? എത്ര ആന ഒരു ഒക്കറൻസ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഒരു മഹസർ തയ്യാറാക്കി മേലേക്ക് അയച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ആ കേസിനെ വിലയുള്ളൂ. ഇവരിത്ര നാടകം കളിക്കുന്ന കാര്യമൊന്നുമില്ല. ഈ നാടകം കളിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നാടകം കളിക്കുന്ന ഇതുമായി സഹകരിക്കുന്ന സംവിധാനങ്ങൾ വേറെയുണ്ട്. നിങ്ങൾ കാണിക്കുന്നത് പോലെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു വരുമാനം ഇല്ലയെന്ന് വിചാരിക്കേണ്ട. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വരുമാനം, ഇവർക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇവരുടെ കീഴിൽ നിങ്ങൾ ഇവരുടെ കയ്യിലിരിക്കുന്ന അധികാരങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. എല്ലാ സംവിധാനങ്ങൾക്കും ഇവർക്ക് അധികാരമുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പഞ്ചായത്തും നമ്മൾ വിചാരിക്കുന്നത് മുനിസിപ്പാലിറ്റിയും നമ്മൾ വിചാരിക്കുന്നത് പോലീസ് മാത്രമേ കൈക്കൂലി മേടിക്കുന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കൈക്കൂലി മേടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഭാഗം എന്ന് പറയുന്നത് ഫോറസ്റ്റ് വിഭാഗമാണ്. അവരുടെ കയ്യിലിരിക്കുന്ന അധികാരങ്ങൾ നോക്കിക്കോളൂ, അവർ കൊടുക്കുന്ന സേവനങ്ങൾ നോക്കിക്കോളൂ. എല്ലാ സേവനങ്ങൾക്കും ഇവർക്ക് സംവിധാനമുണ്ട്. ഓരോ ഫോറസ്റ്റ് സ്റ്റേഷനിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കോടികൾ കൈകാര്യം ചെയ്തിട്ടാണ് ഇവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശക്തമായ രീതിയിൽ സർക്കാർ ഇതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ ഇതിനകത്ത് ജനങ്ങൾ ഇടപെടും. അത് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകും. CPM ആണ് ഞങ്ങളെ ഒന്നും ചെയ്യില്ല, ഇതൊന്നും പറഞ്ഞിരുന്നൊരു കാര്യമില്ല. ഇത് കാര്യത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീഴ്ചകളുടെ വനം വകുപ്പ് എന്ന ചർച്ച തുടരുകയാണ്. വീഴ്ചകളുടെ വനം വകുപ്പ് തന്നെയാണ്. പലതവണ ഈ വിഷയം മീഡിയ എഡിറ്റേഴ്സ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വനം വകുപ്പാണ്, അതുകൊണ്ട് വനം വകുപ്പിന് ഒരു മനുഷ്യത്വത്തിൻ്റെ ആവശ്യമില്ല എന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പൊതുവെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത്. അതൊരു മന്ത്രിയുടെ മാത്രം വീഴ്ചയാണ്, മന്ത്രിയുടെ മാത്രം കെടുകാര്യസ്ഥതയാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. മൃഗങ്ങൾ ചാവുമ്പോഴും മൃഗങ്ങളാൽ കൊല്ലപ്പെടുമ്പോഴും 2 തരം സമീപനങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഈ വന്യമൃഗ ആക്രമണങ്ങളുടെ വാർത്തകൾ ഇല്ലാത്തൊരൊറ്റ ദിവസം പോലും പത്രം ഇറങ്ങുന്നില്ല. ചാനലുകളിൽ വാർത്ത വരാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല. ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നതാണ്. കടുവ മനുഷ്യ ശരീരം ഭക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ രുചി അറിഞ്ഞ കടുവ ഇനിയും വരുമെന്നുള്ളൊരു സാഹചര്യം കൂടി അവിടെ നിൽക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലാണ്. ശരീരത്തിൻ്റെ പുറം ഭാഗം അങ്ങനെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇനി പാലക്കാട് 3.5 വയസ്സുകാരി അവനിക കട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആ കട്ടിലേക്ക് പുലി വന്ന് ചാടി കയറുകയാണ്. എന്നിട്ട് പുലി തട്ടിയിടുന്നു കുട്ടിയെ. എന്നിട്ട് അവിടെ നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്ന നായ, ആ നായ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അങ്കണവാടി ടീച്ചർ സമ്മാനിച്ച നായയാണ്. ആ നായ ആ ചെറിയ വീടിൻ്റെ പുറത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കടുവ വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് നായയെ രക്ഷിക്കാൻ വേണ്ടി അകത്ത് കെട്ടിയിട്ട് ആ നായയെ പിടിച്ചു കൊണ്ടുപോയി കട്ടിൽ നിന്ന് ഈ കുട്ടിയെ തട്ടിയിടുകയാണ് ചെയ്തത്. അപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല ടാർഗറ്റ്. പക്ഷേ ഇനി വന്നുകൂടാതില്ല. 3 കുട്ടികളാണ് അവിടെ, 3 ചെറിയ കുട്ടികളാണ്. അപ്പോൾ ആ വീടിൻ്റെ സംരക്ഷണം എങ്ങനെയാണ്? ആ ചുറ്റുവട്ടം എന്ന് പറയുന്നത് 2017 സൗരോർജ്ജ വേലി സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ സൗരോർജ്ജ വേലിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്?
അത് പ്രശ്നത്തിലായി കിടക്കുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇത് നോക്കുന്നു, ഈ വേലി കെട്ടിയെടുത്ത് തന്നെ ആ വേലി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഇതൊക്കെ വനം വകുപ്പ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ചെയ്തിട്ടില്ല. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ കണക്കാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ ജനീഷ് കുമാറിൻ്റെ പ്രതികരണം, ജനീഷ് കുമാർ എടാ പോടാ എന്ന് വിളിച്ചതാണ് വലിയ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്. അതിനാണ് വനം വകുപ്പ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജനീഷ് കുമാറിൻ്റെ പ്രതികരണമായാലും VS ജോയുടെ പ്രതികരണമായാലും അത് വൈകാരികമായ പ്രതികരണം, അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജനീഷ് കുമാറിനും അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. ഇന്നിപ്പോൾ KP ഉദയഭാനു പത്തനംതിട്ടയിൽ പ്രതികരിച്ചിരിക്കുന്നത് കതക് തുറന്നാൽ വീട്ടുമുറ്റത്ത് ആനയാണ്, വനപാലകർക്ക് കാട്ടുപോത്തിൻ്റെ സ്വഭാവമാണ് എന്നുള്ളതാണ്. അപ്പോൾ വനപാലകർക്ക് കാട്ടുപോത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ ആ സ്വഭാവം നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കണം. അപ്പോൾ സർക്കാർ അവിടെ പ്രതിക്കൂട്ടിലാകുന്നത് അവിടെയാണ്. ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമുയരുന്നു, വ്യാപകമായ പ്രതികരണങ്ങൾ വന്നു. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2016 മുതൽ 2025 കാലഘട്ടം നോക്കുമ്പോൾ 913 മരണങ്ങളാണ് ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ കാട്ടാന ആക്രമണത്തിൽ 195 മരണം, കാട്ടുപന്നി ആക്രമണത്തിൽ 54 മരണം, കടുവ ആക്രമണത്തിൽ 9 മരണം. ഇങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നഷ്ടപരിഹാര തുക കൂട്ടിയിട്ടുണ്ട്, 10 ലക്ഷം ആക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു 5 ലക്ഷം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും ആണ്. അത് കൊടുക്കുന്നത് തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നൊരു ചോദ്യം നോക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നില്ല. അത് കൃത്യമായ രേഖകൾ സമർപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പലർക്കും കിട്ടുന്നില്ല. വലിയ തോതിൽ ആ കണക്കുകൾ നോക്കുമ്പോൾ വളരെ കുറവ് ആളുകൾക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. 2016 ശേഷം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതിൽ 3611 പേർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്ന് വനം വകുപ്പിൻ്റെ തന്നെ കണക്കാണ്. നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇപ്പോൾ കാട്ടിനകത്ത് മരിക്കുകയാണെങ്കിലും പുറത്ത് മരിക്കുകയാണെങ്കിലും 2 സമീപനമായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാട്ടിനകത്ത് മരിക്കുകയാണെങ്കിലും നഷ്ടപരിഹാരമുണ്ട് എന്ന് പറയുമ്പോഴും മന്ത്രി ഇപ്പോഴും പറയുന്നത് എന്താണ്? ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ ആദ്യം മന്ത്രി പറയുന്നത് കാട്ടിനകത്ത് വെച്ചാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മന്ത്രിക്ക് മരണങ്ങളോട് ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന് VS ജോയ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും നിർവികാരമായി ഈ സംഭവവികാസങ്ങളെ, ഈ സാഹചര്യത്തോട് പ്രതികരിക്കുന്ന ഒരു മന്ത്രിയാണെന്നുള്ള, ഒരു മന്ത്രിയുടെ മാത്രം വീഴ്ചയല്ല, സർക്കാരിൻ്റെ തന്നെ സമീപനത്തിൻ്റെ വിഷയമായി മാറുന്നത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സമീപനം എടുക്കണമെന്നുള്ളതൊക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഗാഡ്ഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗാഡ്ഗിൽ കമ്മിറ്റി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ മൃഗങ്ങൾ പെരുകുമ്പോൾ അവയെ കൊല്ലാം, ഭക്ഷിക്കാൻ കഴിയുന്ന മൃഗങ്ങളെ ഭക്ഷിക്കാം എന്ന രൂപത്തിലൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലൊക്കെ ആ പഠനങ്ങളിലൊക്കെ എന്ത് തീരുമാനമുണ്ടാകുന്നു? ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ വേട്ടയാടലിലൊക്കെ പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഏതൊക്കെ മൃഗങ്ങളെ വേട്ടയാടാമെന്ന്. അപ്പോൾ അതിൻ്റെ എണ്ണം പെരുകുന്നത് നിയന്ത്രിക്കാനുള്ള കൃത്യമായ സമീപനങ്ങളും രീതിയുമുണ്ട്. കാട് കുറയുന്നു എന്നുള്ള പ്രശ്നം നിൽക്കുന്നു. കാട് എങ്ങനെയാണ് കുറയുന്നത്? ഇപ്പോൾ കാട് ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം? അത് ശാസ്ത്രീയമായിട്ടാണോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ നടുന്നു ഒരു സമീപനം, അത് സർക്കാരിന് ആരോ പഠന റിപ്പോർട്ട് നൽകി കൊന്ന വ്യാപകമായി വെച്ച് കാടുകളിൽ വെക്കുകയാണ്. കൊന്ന അങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടെ സ്വാഭാവികമായ മറ്റ് മരങ്ങൾ ഇല്ലാതാകുന്നു. മറ്റ് മരങ്ങളിൽ കൊന്നയെല്ലാം അവിടുത്തെ വന്യമൃഗങ്ങൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ചെടി അവർക്ക് ഭക്ഷ്യയോഗ്യമല്ല. അപ്പോൾ അവരുടെ സ്വാഭാവികമായ ഭക്ഷ്യയോഗ്യമായ ചെടികൾ ഇല്ലാതാകുന്നു കൊന്ന വളരുമ്പോൾ എന്നുള്ള വിഷയം. അപ്പോൾ ഇത് ആരുടെ പഠനമാണ്? ഇതെന്താണ്? സർക്കാർ എത്രത്തോളം ശാസ്ത്രീയമായി ഇതൊക്കെ പരിശോധിച്ചിട്ടാണോ നടപ്പാക്കുന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഈ കൊന്നയൊക്കെ നമ്മൾ മുൻപുണ്ടായ സംഭവങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഓരോ തവണയും ഓരോ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കാട്ടുമൃഗങ്ങൾ വന്ന് മനുഷ്യനെ ഭക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും സർക്കാർ എത്രത്തോളം നടപടിയെടുക്കുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ജനീഷ് കുമാറിനെതിരെ ഫോറസ്റ്റ് RO അസോസിയേഷന് പോസ്റ്റ് ഇടാൻ കഴിയുകയും ആ പോസ്റ്റിന്മേൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് പറയാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതിനർത്ഥം ഭരണാധികാരികൾക്ക് അതിനോടുള്ള സമീപനം തന്നെയാണ് ഇവിടെ സഭയെടുക്കുന്ന സമീപനം. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനോടും ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളൊരു സൂചനകളായിട്ടാണ് ഇതിനെ കാണേണ്ടത്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉയർത്തുന്ന ജനപ്രതിനിധികളോട് എന്ത് സമീപനമാണ് എടുക്കുന്നത്? നേരത്തെ PV അൻവർ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചപ്പോൾ PV അൻവറിനെ അറസ്റ്റ് ചെയ്യാനെടുത്ത ഒരു നടപടിയുണ്ടല്ലോ. എത്രത്തോളം നാടകീയമായിട്ടായിരുന്നു അറസ്റ്റും, വീടിന് മുന്നിൽ പോലീസ് കൂട്ടം വന്ന് നിൽക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി വേടൻ്റെ കേസ്, നേരത്തെ ശ്രീ ആൻഡോ പറഞ്ഞ പോലെ വേടൻ്റെ കേസിൽ എത്ര വേഗത്തിലാണ്, ഒരു പുലിപ്പല്ല് കണ്ടപ്പോഴേക്കും കാണിച്ചൊരു വേഗം, അത് മറ്റു പ്രമുഖർക്കും പുലിപ്പല്ലിൻ്റെ മാലയുണ്ടെന്ന് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്നാക്കം പോയ സാഹചര്യം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഈ സമീപനം മാറ്റിയില്ലെങ്കിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വീഴ്ചകളുടെ വനംവകുപ്പ് എന്ന ചോദ്യത്തിൽ വീഴ്ചകളുടെ വനംവകുപ്പ് എന്നുള്ളതല്ല, വീഴ്ചകളുടെ സർക്കാർ എന്ന രൂപത്തിൽ വേണം അതിനെ കാണാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീഴ്ചകളുടെ വനംവകുപ്പ് എന്നുള്ള ചർച്ച തുടരുകയാണ്. സുജയ.
വനംവകുപ്പ് യഥാർത്ഥത്തിൽ ആ പേരിൽ വനമുള്ളത് കൊണ്ട് വനത്തെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു വകുപ്പ് പോലെ ആ വകുപ്പിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വകുപ്പും മന്ത്രിയുമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഉള്ളിലുള്ള വന്യജീവികളെയാണ് സംരക്ഷിക്കേണ്ടത്, വനാതിർത്തികളിൽ ജീവിക്കുന്ന മനുഷ്യരെയല്ല. അതാണ് ഒരു പൊതു രീതിയായിട്ട് അവലംബിച്ച് വരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ജനവാസ മേഖലയിൽ ഇറങ്ങി വന്യജീവികൾ വനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ വന്യജീവികളുടെ അടുത്തേക്ക് ചെന്ന് ആ ആക്രമണം ഏറ്റുവാങ്ങുന്ന സംഭവങ്ങളും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങി ആക്രമണം നടത്തുന്ന വന്യജീവികളാൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ മരണമുണ്ടാകുന്ന സംഭവങ്ങളും, ഇത് രണ്ടുമാണ് നമ്മൾ ഒരു ത്രാസിലെടുത്ത് തൂക്കി നോക്കേണ്ടത്. അതിലിപ്പോൾ കൂടി വരുന്നത് ജനവാസ മേഖലയിലെ ആക്രമണങ്ങളാണ്. വനത്തിലേക്ക് പോകുമ്പോൾ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വന്യജീവി ആക്രമണത്താൽ കൊല്ലപ്പെടുന്നത് പോലെയല്ല, വനാതിർത്തികളിൽ ജനവാസ മേഖലയിൽ നല്ല ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ടൗണിലൂടെ അടക്കം കടന്നു പോകുന്ന വന്യമൃഗങ്ങളെ കണ്ട് പേടിച്ചിരിക്കേണ്ട. ഇപ്പോൾ ആൻഡ്രോ സാറിന് അതിൻ്റെ ഒരു വേദനയൊക്കെ നന്നായി മനസ്സിലാകും. കാരണം വയനാട്ടിലൊക്കെ മനുഷ്യനിറങ്ങി നടക്കുന്നത് പോലെ വനത്തിൽ നിന്ന് പുറത്തിറങ്ങി നടുറോഡിലൂടെയൊക്കെ പുലിയും കടുവയും ആനയും കാട്ടാനയും ഒക്കെ പോകുന്ന സ്ഥിരം കാഴ്ചയാണ്. അവിടെ മാത്രമല്ല, പാലക്കാട്ടായാലും ഇടുക്കിയിലായാലും ഏറ്റവും കൂടുതൽ കേരളത്തിൽ വനവിസ്തൃതിയുള്ള പ്രദേശങ്ങളാണല്ലോ. എനിക്ക് വനവകുപ്പിനോട് പറയാനുള്ളത്, ഇനിയും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. വനവകുപ്പ് ഇങ്ങനെ ക്ഷമ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില അറിയാൻ പോകുന്നത് LDF സർക്കാരായിരിക്കും. LDF സർക്കാരിന് ഒരു ക്ഷീണം ഉണ്ടാക്കാൻ പോകുന്നത് വനവകുപ്പിൻ്റെ പ്രവർത്തനമായിരിക്കും. ഇപ്പോഴത്തെ ഓരോ വകുപ്പുകളുടെയും, മന്ത്രിസഭയിലെ ഓരോ വകുപ്പുകളുടെയും കാര്യക്ഷമത നമ്മളൊന്ന് ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരു 10ൽ 1.5 മാർക്കേ വനംവകുപ്പിന് കൊടുക്കാൻ കഴിയുള്ളൂ. 1.5 കൊടുക്കുന്നത് തന്നെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ ഓടിയെത്തുന്ന അരുൺ സഖറിയെ പോലെയുള്ള ആളുകളെയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. കാരണം അവരൊക്കെ അറ്റ്ലീസ്റ്റ് വന്ന് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ മുൻകരുതൽ നടപടികളിൽ പൂർണ്ണ പാളിച്ചയാണ്. ഒരു കാര്യവും ചെയ്യുന്നില്ല. ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ കടക്കാതിരിക്കാനായിട്ടുള്ള വൈദ്യുത വേലി അടക്കമുള്ള കാര്യങ്ങൾ ഓരോ ആക്രമണം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറയും. എന്നിട്ട് എന്താ ചെയ്യാത്തത്? ഒരു സ്ഥലത്ത് ആക്രമണം ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്ത് ചെയ്യാനുള്ള ഒരു പ്രാഥമികമായ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ആ പ്രദേശത്തും ചെയ്യത്തില്ല. മറ്റ് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ കാൽപ്പാടുകൾ കണ്ടു മൃഗങ്ങളുടേതെന്ന് ആളുകൾ വിളിച്ചു പറയുന്ന പ്രദേശത്തും മുൻകരുതൽ ഒരുക്കില്ല. ജീവൻ നഷ്ടപ്പെടണം. ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ വന്നിട്ട് ഒരു ഗിമ്മിക്ക് കാണിക്കും. അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ മരിച്ചയാൾക്ക്, നേരത്തെ ആൻഡ്രോ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ, മരിച്ചയാളുടെ കുടുംബത്തിന് ഒരു തുക കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം എത്ര കാലം ആ തുക കൊണ്ട് മുന്നോട്ട് പോകും? ആ മനുഷ്യൻ ജീവിച്ചിരുന്നാലുള്ള ആ കുടുംബത്തിനുള്ള ഒരു കരുതൽ ആ പണം കൊണ്ട് കിട്ടുമോ? 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 6-4 എന്നുള്ള മാനദണ്ഡത്തിൽ. അപ്പോൾ ആ 10 ലക്ഷം രൂപ കൊണ്ട് ഇനി കാലാകാലം ഒരു ഗൃഹനാഥനായിരിക്കും, ഒരു വീടിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നയാളായിരിക്കും ഓരോ തവണയും കൊല്ലപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇല്ലാതാകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് 10 ലക്ഷത്തിൻ്റെ നഷ്ടമല്ല. 10 ലക്ഷത്തിൻ്റെ നഷ്ടമല്ല ആ കുടുംബത്തിൽ ഉണ്ടാകുന്നത് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. മനുഷ്യജീവന് വിലയിടുന്ന ഒരു വകുപ്പായി വനംവകുപ്പ് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇതിൽ പൂർണ്ണമായ നിസ്സംഗതയുണ്ട്. KU ജനീഷ് കുമാർ MLA പറഞ്ഞ വാചകം, അല്ലെങ്കിൽ KU ജനീഷ് കുമാർ MLA അവിടെ പാടം ഫോറസ്റ്റ് ഓഫീസിൽ പോയി നക്സലുകൾ വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന, വിരട്ടുന്ന വീഡിയോ ആദ്യം കാണുമ്പോൾ ജനീഷ് കുമാർ ഒരു MLA അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ആളുകളുണ്ടാകും. അവരോടായി എനിക്ക് പറയാനുള്ളത്, KU ജനീഷ് കുമാർ വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കുറച്ച് ഉൾപ്രദേശത്തു നിന്നാണ്, സീതത്തോട് ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ വനവും വന്യജീവിയും ഒക്കെ നന്നായി അറിയാവുന്ന ഒരു MLA ആണ്. അപ്പോൾ ഈ കൊണ്ടവനെ അതിൻ്റെ വില അറിയുമെന്ന് പറയുന്നത് പോലെയാണ് ജനീഷ് കുമാർ വളരെ സ്വാഭാവികമായി വന്ന് പ്രതികരിച്ചതാണ്. ഇതിപ്പോൾ ആരായാലും അങ്ങനെ പ്രതികരിക്കും. ആ ഒരു പ്രദേശത്ത് താമസിച്ച് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ജീവിച്ച ഒരാളാണെങ്കിൽ പ്രതികരിക്കും. അതേസമയം താമസിക്കുന്നത് മണിമാളികയിലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതില്ല, ഘടകകക്ഷി ആയതുകൊണ്ട് മന്ത്രിസ്ഥാനം പെട്ടെന്ന് കിട്ടും, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, മനസ്സിലാകാത്തതിൻ്റെയാണ്. അപ്പോൾ ഈ തല പോയാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ, അതൊരു ജനപ്രതിനിധിയാണ് പറയുന്നതെങ്കിൽ ജനം അയാൾക്കൊപ്പം നിൽക്കും. KU ജനീഷ് കുമാറിനെതിരായ കുറേ ഹേറ്റ് ക്യാമ്പയിൻസും അതുപോലെ രാഷ്ട്രീയ പ്രചാരണങ്ങളും ഒക്കെ ഞാനും കണ്ടിരുന്നു. പക്ഷേ അതിൽ ജനീഷ് കുമാർ എടുത്ത സ്റ്റാൻഡ് മനസ്സിലാക്കിയതിന് ശേഷം ജനീഷിനൊപ്പം ആളുകൾ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പത്തനംതിട്ടയിലെ ആളുകൾക്ക്, അവിടെ വനമേഖലയിലുള്ള ആളുകൾക്ക് അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത ഒരു വനമന്ത്രിക്ക് പറയാൻ കഴിയുള്ളൂ. വനമന്ത്രി അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? ജനപ്രതിനിധികൾ അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്ന ബോധത്തോടെ പ്രവർത്തിക്കണം. നല്ല ഉപദേശമാണ് കൊടുത്തത് വനം മന്ത്രി. അത് അദ്ദേഹത്തിന് നമ്മളും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും പിണറായി വിജയനും കൊടുക്കേണ്ട ഉപദേശമാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രിയാണെന്നത് മറന്നു പോവുകയാണ്. LDF സർക്കാരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന വകുപ്പ് ഏതാണ്? ബാക്കി വകുപ്പുകളെല്ലാം ചേർന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ആ ഒരു സർക്കാരിനെ തന്നെ മോശപ്പെടുത്താനായിട്ട് പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുക്കുകയാണ് ഈ വനംവകുപ്പ്. ഇപ്പോൾ UDF ഏറ്റവും വലിയ ആയുധമാക്കുമെന്ന് ഉണ്ണിസാറൊക്കെ വലിയ ആഹ്ലാദത്തോടെ പറഞ്ഞു. ശരിയാണ്, LDF സർക്കാരിനെതിരെ ആഹ്ലാദത്തോട് ഒരു പൊളിറ്റിക്കൽ ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക്
അതിനകത്ത് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല. എന്താ ശരി, അങ്ങ് നിർവികാരമായി പറഞ്ഞു. ശരി, ഞാൻ ആഹ്ലാദം പിൻവലിച്ചു. അപ്പോൾ LDF സർക്കാരിലെ ഏറ്റവും കൂടുതൽ പഴി കേൾപ്പിക്കുന്ന തരത്തിൽ ഒരു തുടർ ഭരണത്തിലേക്ക് LDF പോകുന്നതിന് തടയിടാൻ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇടതുപക്ഷത്തിന് മുമ്പിലുള്ള തുറുപ്പ് ചീട്ട് ഇപ്പൊ മലയോര മേഖലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സണ്ണി ജോസഫിനെ അവര് പിന്നെ KPCC പ്രസിഡന്റ് ആക്കിയത്. വിഷയം അതാണ്. ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. സണ്ണി ജോസഫിനെ കുറിച്ച് ബിനോയ് തോമസിന്റെ മലങ്കൾട്ട് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മലയോര മേഖലയിൽ നിന്ന് വന്ന സണ്ണി ജോസഫിന് ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പൂർണ്ണമായും പഞ്ചായത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ UDFനെയും അതുപോലെ തന്നെ കോൺഗ്രസ് സംവിധാനത്തെയും സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഇവിടെ ഈ മന്ത്രിയുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ്, അതുപോലെ തന്നെ വനവിസ്തൃതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അക്കാര്യത്തിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. അത് സർക്കാരിൻ്റെ തന്നെ ഡാറ്റ അനുസരിച്ച് വനവിസ്തൃതിയിൽ ഇന്ത്യയിൽ 14ാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈ കഴിഞ്ഞ 15 വർഷത്തിനകം 2009നും 2024നും ഇടയിൽ 222.43 ചതുരശ്ര കിലോമീറ്റർ വനവിസ്തൃതി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിസർവ് വനമായി നമ്മുടെ കയ്യിൽ 6442.77 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. ഇടതൂർന്ന വനമെന്ന് പറയുന്നത് 9182.292 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതോടൊപ്പം തന്നെ കയ്യേറ്റം നടക്കുന്നത് 4974.55 ഹെക്ടർ വനഭൂമിയിൽ കയ്യേറ്റവുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിപ്പിക്കാനും അതുപോലെ ഈ വനഭൂമിയിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ തുരത്താനായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കാനൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വനം വകുപ്പ് എന്നുള്ളത്. അപ്പോൾ വനം സംരക്ഷിക്കാനും അറിയില്ല, വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വന്യജീവിയിൽ നിന്ന് നാട്ടുകാരെ സംരക്ഷിക്കാനും അറിയില്ല. അപ്പോൾ പിന്നെ ഈ വകുപ്പ് വേണോ? അതാണ് ജനം വിലയിരുത്തേണ്ടതെന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ശരി, വീഴ്ചകളുടെ വനം വകുപ്പ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന് തന്നെയാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത്. Meet the editors.